പാർലമെന്റ് അതിക്രമ കേസിൽ ഇപ്പോൾ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ നിമിഷം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ പ്രതികളിൽ ഒരാളായ മനോരഞ്ജൻ, അതായത് പാർലമെന്റിലെ 2 യുവാക്കളാണ് പാർലമെന്റിലെ സന്ദർശന ഗ്യാലറിയിൽ നിന്ന് ഈ ഡയസിലേക്ക് ചാടി വീണത്. ഈ 2 പേരിൽ ഒരാൾ മനോരഞ്ജനായിരുന്നു. കർണാടകയിൽ സ്വദേശിയാണ്. ഈ മനോരഞ്ജന് ഈ പാർലമെന്റിൽ കടക്കാൻ പാസ് നൽകിയ BJPയുടെ MP ആയിരുന്നു. അന്ന് തന്നെ വലിയ ഒരു വിവാദമായി മാറുകയും ചെയ്തിരുന്നു. കർണാടകത്തിൽ നിന്നുള്ള MP ആയ പ്രതാപ് സിൻഹയാണ്. ഈ MPയെ ചോദ്യം ചെയ്യാൻ നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ പ്രതി, അതായത് മനോരഞ്ജൻ എന്ന് പറയുന്ന ഈ പ്രതി ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം ഈ മനോരഞ്ജന് MP ഓഫീസ് പാസ് നൽകിയത് എന്നാണ് ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പാർലമെന്റിൽ അമിത്ഷാ പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ BJPയുടെ MP പ്രതാപ് സിൻഹയെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതാപ് സിൻഹയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. ഇപ്പോൾ ഏതായാലും MPയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.